അല്ല, അത് ദാറ്റ് ഹാസ് ടു ബി ദെയർ. കാരണം ഈ ഒരു നോംസ് സെറ്റ് ചെയ്തിട്ട് ഒരിടത്തൊരു നീതി മറ്റൊരിടത്ത് വേറെ നീക്കാൻ പറ്റില്ല. പാർട്ടിയുടെ എല്ലാ ഇനിയുള്ള തീരുമാനങ്ങളിലും എല്ലാ തലത്തിലും അത് നടപ്പിലാവട്ടെ എന്നുള്ളതാണ് ഇനി അഭിപ്രായപ്പെടാനുള്ളത്. അതായിരിക്കും പാർട്ടിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൗൺസിലർമാരുടെ എണ്ണമാണ് പറയുന്ന ഒരു മാനദണ്ഡം. ആ കൗൺസിലർമാരുടെ എണ്ണത്തിൽ ദീപ്തി പിന്നിലായി പോയതുകൊണ്ടാണ് ദീപ്തി ഒഴിവാക്കപ്പെട്ടതെന്നുള്ളതാണ് DCC അടക്കം വിശദീകരിക്കുന്നത്. അതൊരു പുതിയ മാനദണ്ഡമായി പാർട്ടിയിലേക്ക് വരികയാണ്. അല്ല, ഇപ്പോൾ പാർട്ടി പറഞ്ഞിരിക്കുന്നത് ഭൂരിപക്ഷം അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നാണ്. നമുക്ക് ഞാൻ പാർട്ടി ഒരു തീരുമാനത്തെയോ അല്ലെങ്കിൽ നിലപാടിനെയോ ചോദ്യം ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് ഇല്ല, ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പാർട്ടിയിലെയും പാർലമെൻ്ററി രംഗത്തെയും എല്ലാ പദവികളിലും ഇങ്ങനെയൊരു ഭൂരിപക്ഷാടിസ്ഥാനത്തിലാണ് ആളുകൾ ഇരിക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല. പാർട്ടിക്കകത്ത് ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളും എല്ലാ തീരുമാനങ്ങളും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായപ്രകാരമാണ് എന്ന് പറയാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് സംഘടനാ രംഗത്താണെങ്കിലും പാർലമെൻ്ററി രംഗത്താണെങ്കിലും ഭൂരിപക്ഷാടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളല്ല എപ്പോഴും എടുത്തത്. അത് പാർട്ടിയുടെ ഉത്തമ താല്പര്യത്തെ പ്രതി പാർട്ടിയുടെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് ഒരു പൊതുവികാരം മാനിച്ച് ഒരു പൊതു അഭിപ്രായ ഐക്യത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനിവാര്യമാണെന്ന് വരുമ്പോഴാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എല്ലാ കാര്യത്തിലും ഇങ്ങനെ കീറിക്കെട്ടി ഭൂരിപക്ഷം പരിശോധിക്കുന്ന രീതി ഇനി പാർട്ടിക്കൊരു അതൊരു മാനദണ്ഡമാവുകയാണോ എന്നെനിക്കറിയില്ല. ഇതിൻ്റെ അകത്തൊരു കാര്യം, നമ്മൾ സ്വീകാര്യത എന്ന് പറയുന്നത് പല രീതിയിലാണ്. സ്വീകാര്യത ഞാൻ പറഞ്ഞു, ഇപ്പോൾ സംഘടനാ രംഗത്ത് നിൽക്കുന്നവരുണ്ട്. സംഘടനാ രംഗത്ത് KSU കാലഘട്ടം മുതൽ KPC തലം വരെ സംഘടനാ രംഗത്ത് നിന്നും പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് അതനുസരിച്ചുള്ള അനുയായികളും പിന്തുണയും എതിർപ്പുകളും ഉണ്ടാവും. കാരണം അവർ പല തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കും. പലപ്പോഴും പല ഘട്ടങ്ങളിലും പല അഭിപ്രായങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ടാവും. എന്നാൽ പാർട്ടിക്ക് അത് ബൈലാറ്ററലായിട്ട് വരുന്ന പലരുമുണ്ട്. പല സാഹചര്യങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ഒരു പ്രത്യേക പദവിയിലേക്കോ ഒരു പ്രത്യേക സ്ഥാനത്തേക്കോ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലോ ബൈലാറ്ററലായി പാർട്ടി മെയിൻ സ്ട്രീമിൽ എൻ്റർ ചെയ്യുന്നവരുണ്ട്. അവർക്ക് അങ്ങനെയുള്ള എതിർപ്പുകൾ ഒരു പക്ഷേ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ സ്വീകാര്യത, ആർക്കും എതിർപ്പില്ലാത്ത പേര് അല്ലെങ്കിൽ എല്ലാവരും പിന്തുണയ്ക്കുന്ന പേര്. കാരണം എന്തുകൊണ്ടാണ്? അവർ പാർട്ടിയുടെ ഡിസിഷൻ മേക്കിങ്ങിലോ പാർട്ടിയുടെ സംഘടനാ സ്ട്രക്ചറിലോ പെയിനും കോൺട്രിബ്യൂഷനും ഇല്ലാത്തത് കൊണ്ടാണ് ആർക്കും എതിർപ്പില്ലാത്തത്. ഇപ്പം എന്നോട് എതിർപ്പ് കാണും. എനിക്ക് എന്നെ എതിർക്കുന്നവർ ഇത് കാരണം എന്താ? ഞാൻ KSU കാലഘട്ടം മുതലേ യൂത്ത് കോൺഗ്രസ് കാലഘട്ടം മുതലേ പാർട്ടിയുടെ ഒരുപാട് തീരുമാനങ്ങളിൽ ഞാൻ ഭാഗവാക്കാണ്. അതുകൊണ്ട് ഏറ്റവും ഉന്നതരായി നിൽക്കുന്ന ആളുകൾക്കെതിരെയും എതിർപ്പുണ്ടാവും. കാരണം അവർ പാർട്ടിയെ കൊണ്ടുനടക്കാൻ വേണ്ടി പാർട്ടിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു കാര്യത്തിലും ഇടപെടാത്ത ആളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് താരത്തിൽ കൊണ്ടുവന്ന് അതൊരു സംഘടനാ രീതിയാണോ എന്നെനിക്ക് എനിക്കറിയില്ല. അതിനോട് ഇതില്ല. പക്ഷേ ഇനിയിപ്പോൾ എല്ലാം ഭൂരിപക്ഷ പ്രകാരമാണ് തീരുമാനിക്കുന്നത് എന്ന് വരികിൽ അതൊരു പാർട്ടിയിലൊരു പുതിയ നോംസാണ്. പക്ഷേ അതിനെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം ഒരു ജനാധിപത്യമാണല്ലോ. ജനാധിപത്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിന് യുക്തമായൊരു തീരുമാനം അല്ലെങ്കിൽ പാർട്ടിയെ പ്രതി ഒരു നേതൃതലത്തിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷം നോക്കിയതാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെയും തെറ്റു പറയാൻ കഴിയില്ല. ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അഡോപ്റ്റ് ചെയ്തൊരു മാനദണ്ഡം അതാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവിന് ചുമതല ഉണ്ടായിരുന്നതാണ് കൊച്ചിൻ കോർപ്പറേഷൻ. അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാ ചുക്കാനും പിടിച്ചതും എല്ലാ നേതൃത്വം നൽകിയതും എല്ലാ കാര്യങ്ങളും നിർവഹിച്ച അദ്ദേഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അടക്കം അഭിപ്രായമുള്ള തീരുമാനമാണല്ലോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊരു പല പേരുകൾ വന്നാൽ പാർട്ടിയിലെ ഭൂരിപക്ഷമാണ് ഇനിമേൽ മാനദണ്ഡം എന്ന് വരികിൽ അതിനെ തെറ്റാണ് എന്ന് എതിർക്കാൻ കഴിയില്ലല്ലോ. കാരണം ജനാധിപത്യമാണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാനം. പിണറായിയെ പോലെ നമുക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ പാർട്ടിയിലെ ഏതെങ്കിലും നേതാവോ അല്ലെങ്കിൽ പാർട്ടി ഇന്ന ഘടകം തീരുമാനിച്ചു അതുകൊണ്ട് ഇനി അതേ ഉള്ളൂ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നാച്ചുറലി അതുകൊണ്ട് ആ പാർട്ടി തീരുമാനത്തെ തള്ളിപ്പറയാനോ ചോദ്യം ചെയ്യാനോ ഞാനില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത് മാത്രം. അല്ല, അത് ദാറ്റ് ഹാസ് ടു ബി ദെയർ. കാരണം ഈ ഒരു നോംസ് സെറ്റ് ചെയ്തിട്ട് ഒരിടത്തൊരു നീതി മറ്റൊരിടത്ത് വേറെ നീക്കാൻ പറ്റില്ല. പാർട്ടിയുടെ എല്ലാ ഇനിയുള്ള തീരുമാനങ്ങളിലും എല്ലാ തലത്തിലും അത് നടപ്പിലാവട്ടെ എന്നുള്ളതാണ് ഇനി അഭിപ്രായപ്പെടാനുള്ളത്. അതായിരിക്കും പാർട്ടിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എറണാകുളത്ത് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഒരു ആരോപണം.
അത്തരം കാര്യങ്ങൾ ആ ഒരു പവർ ഗ്രൂപ്പിൻ്റെ അജണ്ടയാണ് ദീപ്തിയെ മാറ്റി നിർത്തിയത് എന്നുള്ളതാണ് ആക്ഷേപമായിട്ട് വരുന്നത്. അത്തരം ഒരു പവർ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം എറണാകുളം ജില്ലയിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കോൺഗ്രസ് ആണ് പാർട്ടി. ഈ പാർട്ടി അങ്ങനെ ആർക്കും ഒന്നും കൊണ്ടുപോകാനും അങ്ങനെ പോക്കറ്റിലിടാനൊന്നും കഴിയില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പും ഇല്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിനൊന്നും ചെയ്യാനും സാധിക്കില്ല.